എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു 5 മെത്തേഡ്സിനെ പറ്റിയിട്ടാണല്ലേ. എനിക്കുറപ്പുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്നു. കാരണം എല്ലാത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറയുന്നുണ്ട്. സ്കിൽ ഓർ നോ സ്കിൽ, മണി ഓർ നോ മണി, അല്ലെങ്കിൽ ടൈം ആൻഡ് എഫോർട്ട് ഓർ നോട്ട് ടൈം ആൻഡ് എഫോർട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങാമെന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി, ഉടനെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നല്ലേ. അങ്ങനെയല്ല. ഇപ്പോൾ ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം പേര് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. അങ്ങനെ ജോലിക്ക് പോയി ആ ഒരു മാസം അവസാനമാകുമ്പോഴേക്കും നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ പൈസ നമുക്ക് ശമ്പളമായിട്ട്, സാലറി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അല്ലേ. ഇനിയിപ്പോൾ ഒരു 5 ദിവസം പോകാതിരുന്നാലോ ആ ദിവസത്തെ സാലറി അവർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും, നിന്നെ ഇവിടെ പണിക്ക് കൊള്ളത്തില്ല എന്നും പറഞ്ഞല്ലേ. അപ്പോൾ അതാണ് ആക്റ്റീവ് ഇൻകം എന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം ജോലി ചെയ്യുന്നു അതിന് പ്രപ്പോർഷണലായിട്ട്, ആനുപാതികമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ, വരുമാനം അതിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ഒരു ജോലി നിർത്തുവാണെങ്കിൽ അതോടെ നിങ്ങളുടെ വരുമാനം സ്റ്റോപ്പാകുകയും ചെയ്യും. അതായത് നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടേ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാന സ്രോതസ് അവിടെ മുടങ്ങിയല്ലേ. മറിച്ച് പാസീവ് ഇൻകം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടല്ല നിങ്ങൾക്ക് അവിടെ വരുമാനം വരുന്നത്. അപ്പോൾ പലരും പാസീവ് ഇൻകം എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇന്നു മുതലേ വെറുതെ ഇരുന്നാൽ പൈസ തനിയെ വന്നോളൂ, ഇങ്ങനെ ധ്യാനിച്ചാൽ മതി, അങ്ങനെയല്ല. മറിച്ച് നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വച്ചിരിക്കണം. ആ ചെയ്തു വച്ച കാര്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ റിട്ടേൺ കിട്ടുന്നത്. അത് ചിലപ്പോൾ നിങ്ങളൊരു 10 ദിവസം എടുത്ത് കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുകയാണ്, അത് പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ വരും. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിൽ നിങ്ങൾക്ക് റിട്ടേൺ വരുന്നത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞായിരിക്കും, 2 വർഷം കഴിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം മുതലേ വരാം. എന്തായാലും അവിടെ ഒരു ആനുപാതികം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കുറച്ച് നാളെടുത്ത് കഷ്ടപ്പെട്ട് ആ ഒരു പാസീവ് ഇൻകം സോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്തിലേക്കുള്ള ഇൻകം അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജനറേറ്റ് ആയി കിട്ടും. നിങ്ങൾ എത്ര നാൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് പൈസ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഉദാഹരണ സഹിതം നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് കാറ്റഗറിയിലുള്ളവർക്ക് വേണമെങ്കിലും ഈ 5 മെത്തേഡ്സിൽ ഒരെണ്ണമെങ്കിലും സ്യൂട്ടാവുന്നതായിരിക്കും, ഉപയോഗപ്രദമാകുന്നതായിരിക്കും. അതായത് സ്കില്ലുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരാകാം, പൈസ ഉള്ളവരുണ്ടാകാം, പൈസ ഇല്ലാത്തവരാകാം, അല്ലെങ്കിൽ ടൈം ആൻഡ് എഫോർട്ട് എടുക്കാനുണ്ട് പക്ഷേ അവരുടെ പൈസ ഇല്ല, അല്ലെങ്കിൽ പൈസ ഉണ്ട് പക്ഷേ ടൈം ആൻഡ് എഫോർട്ട് ഇല്ല, തുടങ്ങി ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കും ഇതൊക്കെ പരീക്ഷ നോക്കാവുന്നതാണ്. ഒന്നാമത്തത് P2P ലെൻഡിങ് ആണ്, അഥവാ പിയർ ടു പിയർ ലെൻഡിങ് ആണ്. ഇതിന് 0 സ്കില്ല് മതി, 0 എഫോർട്ട് മതി, അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായാൽ മതി. മാത്രമല്ല ഡേ 1 മുതൽ തന്നെ ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതുമാണ്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഹൈ റിട്ടേൺ ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് P2P ലെൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മൊബിക്വിക്കിൻ്റെ എക്സ്ട്രാ ഫീച്ചറാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഭൂരിഭാഗം പേർക്കും കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവർ പ്രതിവർഷം 2%, 3% ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ്, പലിശ തരുന്നതായിരിക്കും അല്ലേ. എങ്ങനെയാണ് ബാങ്ക് നമുക്ക് പലിശ തരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ ബാങ്ക് എടുത്തിട്ട് വേറെ ആൾക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കും. ആ പലിശ എന്ന് പറയുന്നത് 2%, 3% അല്ല, മറിച്ച് 15% വരെ പലിശയ്ക്കൊക്കെയാണ് ബാങ്ക് ഇത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ബാങ്കിന് അതിൽ നിന്ന് 15% പലിശ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ 15%ത്തിൽ നിന്ന് വെറും 2-3% മാത്രമാണ് നമുക്ക് വരുന്നത്. അതായത് ബാങ്ക് 12% വെച്ചിട്ട് വെറും 3% മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളവിടെ പൊട്ടന്മാരാണോ നമ്മൾ ചിന്തിക്കുമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ P2P ലെൻഡിങ് വർക്ക് ചെയ്യുന്നത് ഈ മിഡിൽ മാനെ അങ്ങോട്ട് ഒഴിവാക്കി കളയും. ഇപ്പോൾ ബാങ്കിനെ നമ്മൾ ഒഴിവാക്കിയാണ്, നമ്മൾ ലോൺ കൊടുക്കുന്ന ഡയറക്റ്റ് ഒരാൾക്കാണെങ്കിലോ ഈ 12% നമ്മുടെ കയ്യിരിക്കത്തില്ലേ. മൊബിക്വിക്കിൻ്റെ എക്സ്ട്രാ ഫീച്ചറിലൂടെ 12% വരെ റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. നമ്മൾ ഈ മിഡിൽ മാനെ അങ്ങോട്ട് ഒഴിവാക്കി കളയുകയാണ്. ഇടപാടുകൾ ഡയറക്റ്റ് നമ്മൾ തമ്മിലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പ്രതിവർഷം 12% എന്നൊക്കെ പറയുമ്പോൾ FDക്ക് പോലും 6-6.5% കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന്. നമ്മൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പൈസ മാനേജ് ചെയ്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി മാനേജ്ഡ് ബൈ RBI ആണ്. അതായത് ഒരു ബാങ്കിന് എങ്ങനെയാണോ RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത്, സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു കമ്പനിയും RBI റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ്. അതായത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിശ്ചിത കാലം കഴിഞ്ഞ് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് ആ ഒരു പലിശ പോലും വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കയറി തുടങ്ങുന്നതായിരിക്കും. ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല, വെറും 1000 രൂപ മുതൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് നടത്താൻ സാധിക്കുന്നതാണ്. ഇതിന് ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്ന സംഭവമില്ല. അതായത് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്ത് ബാങ്കിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ പൈസ അപ്പാടെ എടുത്ത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുകയല്ല, 200 മുതൽ 500 വരെ വരുന്ന ക്രെഡിറ്റ് വർത്തിയായിട്ടുള്ള നല്ല ക്രെഡിറ്റ് സ്കോറും സിബിൽ സ്കോറൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഏറ്റവും നല്ലൊരു ഫീച്ചർ നമ്മൾ FD ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്, നമുക്ക് ഡെയിലി വിഡ്രോവൽ പോസിബിൾ ആണ്. ഡെയിലി നമുക്ക് അതിനകത്ത് കാണുകയും ചെയ്യാം, കംപ്ലീറ്റ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. എന്തായാലും മൊബിക്വിക്കിൻ്റെ എക്സ്ട്രാ ഉപയോഗിക്കാനുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്. എന്താണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത ഓൺലൈൻ മേടിക്കുന്ന സാധനങ്ങൾ, അല്ലാതെ നമ്മൾ ആമസോണിലൂടെ ഫ്ലിപ്കാർട്ടിലൂടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തുന്ന സാധനമല്ല, മറിച്ച് നമ്മൾ ഇപ്പോൾ ബുക്കുകൾ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കോഴ്സസ് മേടിക്കാറുണ്ട്, ചിലപ്പോൾ ചില വീഡിയോ ഫൂട്ടേജ് ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് അടച്ച് മേടിക്കാറുണ്ട്. ഇതൊക്കെ ഡിജിറ്റലായിട്ട് കിട്ടുന്ന സാധനമല്ല, പൈസ അടച്ചിട്ടല്ലേ. ഇതിനെയാണ് നമ്മൾ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് 2 കാര്യത്തിലാണ്. ഒന്നാമത്തത് ബുക്കും, രണ്ടാമത്തത് വീഡിയോ ലെസണുമാണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് സാധാരണ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ പിടിക്കാവുന്നതാണ്. പക്ഷേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിൻ്റെ ഡിജിറ്റൽ കോപ്പിയാണ് അല്ലേ. പണ്ടൊക്കെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമായിരുന്നെങ്കിൽ നമുക്ക് അത് കുറേ കൈവച്ച് ഇങ്ങനെ എഴുതണം, ഒരുപാട് എഴുതണം, അവസാനം ഏതെങ്കിലും പബ്ലിഷേഴ്സിനെ സമീപിക്കണം, അവർ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർ സമ്മതിച്ചാൽ മാത്രമേ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നല്ലേ. അപ്പോൾ വലിയ ക്വാളിറ്റിയിലല്ല എഴുത്തെങ്കിൽ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സൊന്നും ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല, കാലം മാറി കഥ മാറി നമുക്ക് ഡിജിറ്റലി നമ്മുടെ ബുക്കുകളും ഐഡിയാസൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവുണ്ടെങ്കിൽ, ആ കാര്യം എങ്ങനെ ചെയ്യാം, ഈ കാര്യം എങ്ങനെ ചെയ്യാം എന്ന കാര്യമുണ്ടെങ്കിൽ സിമ്പിളാക്കി നിങ്ങൾക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ബുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി ഡിജിറ്റലി എഴുതാൻ അറിയത്തില്ലെങ്കിൽ കൂടിയിട്ട് അതിന് വേറെ ആളെ ഹയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആണെങ്കിൽ, എക്സ്പേർട്ട് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ അറിവുണ്ടെങ്കിൽ, ഇപ്പോൾ കുക്കിംഗ്, ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസ് നമ്മളിങ്ങനെ എഴുതുമല്ലോ, അത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യാം, പുതിയ കാർഷിക രീതികൾ, മീൻ വളർത്തൽ, അല്ലെങ്കിൽ തെങ്ങ് പരിപാലനം തുടങ്ങിയ ഒരുപാട് മേഖലകൾ അറിവുകൾ ഒരുപാട് സാധാരണക്കാരുണ്ടാകും അല്ലേ. അപ്പോൾ ഇവരൊരാളെ ഹയർ ചെയ്ത് ഒരു ബുക്കായിട്ട് ഈ അറിവുകളൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആമസോണിൻ്റെ കിൻഡിലാണ്. കിൻഡിൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും സിംപ്ലിഫൈഡ് ഫോമിൽ അവർ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതൊരു ബുക്കായിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു അറിവുകൾ മാത്രമല്ല, കഥകൾ, കവിതകൾ, അതുപോലെ നിങ്ങളുടെ ഫിക്ഷൻ സ്റ്റോറീസ്, ഹൊറർ സ്റ്റോറീസ്, അങ്ങനെ ഏതൊരു നോവലോ ഷോർട്ട് സ്റ്റോറീസോ തുടങ്ങി ഏത് കഥകളും എന്ത് തരത്തിലുള്ള ഡിജിറ്റൽ എഴുത്തുകൾ നിങ്ങൾക്ക് ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു തവണ പബ്ലിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഹിറ്റായി പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വലിയ ഭാവിയിലേക്കുള്ള കംപ്ലീറ്റ് റവന്യൂ ആയിരിക്കും ആ ഒരു ബുക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ലക്ഷക്കണക്കിന് പൈസ ആയിരിക്കും പിന്നീട് ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്നത്. ബുക്കിൻ്റെ കാര്യമില്ല, സാധാ ഒരു ബുക്കിൻ്റെ ഒരു ഉദാഹരണം പറയാം. JK റൗളിംഗ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവില്ല. ഹാരി പോട്ടർ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ്. അതാദ്യം ബുക്കാണ്, പിന്നീടാണ് സിനിമയ്ക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവരാദ്യം ഈ ഒരു കഥ എഴുതിയിട്ട് പല പബ്ലിഷേഴ്സിനെ സമീപിച്ചപ്പോഴേക്കും അവരാരും പബ്ലിഷ് ചെയ്തില്ല, കാരണം ഇത് പൊട്ടക്കഥയാണ്, ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലേ. പക്ഷേ പിന്നീട് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇന്നും JK റൗളിങ്ങിന് അതിൽ നിന്ന് കോടികൾ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഏറ്റവും വലിയൊരു ടോപ്പ് റിച്ചസ്റ്റ് പേഴ്സൺസിൽ ഒരാളാണ് JK റൗളിംഗ് എന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ബുക്കിനൊക്കെ ആ ഒരു ഗുണമുണ്ട്. നമ്മളത് ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാരത് മേടിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ, നമ്മളൊന്നും അറിയണ്ട, അതൊന്ന് ഹിറ്റായി പോയാൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളും നോക്കുക. ജസ്റ്റ് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സംഭവം പോകും. രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ തന്നെ വരുന്നതാണ് വീഡിയോ ലെസൺസ് അല്ലേ. നമുക്കിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വീഡിയോ ലെസൺസ്, കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോൾ PSC കോഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കോഴ്സ് ആണെങ്കിലോ ഒക്കെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് എങ്ങനെ യൂട്യൂബർ ആകാം. യൂട്യൂബിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നോക്കേണ്ടത്, തംബ്നെയിൽ മേക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ്, സൗണ്ട്, ലൈറ്റിംഗ്, അതുപോലെ വീഡിയോ പ്രസൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഞാൻ ഒരു കോഴ്സ് ചെയ്ത് എനിക്ക് സെല് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വീഡിയോ കോഴ്സായിട്ട് സെല് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണ്, കുക്കിംഗ്. ഇപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാവുന്ന വീഡിയോസ് എങ്ങനെ ചെയ്യാവുന്നൊക്കെ അറിയാവുന്നവർക്ക് ആ ഒരു കാര്യം പക്കയായിട്ട് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് ഓൺലൈനായിട്ട് കുക്കിംഗ് ക്ലാസ് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ആക്ച്വലി അവരെന്താണ് ചെയ്യുന്നത്, വീഡിയോ ലെസൺസ് സെല് ചെയ്യുകയാണ്. ഇതുപോലത്തെ വീഡിയോ ലെസൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടോ നിങ്ങളുടെ തന്നെ ഒരു ആപ്പിൽ കൂടെ ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റുകൾക്കാണെങ്കിൽ അവർക്ക് കുറച്ച് ഷെയർ പോകും, മറിച്ച് നിങ്ങളുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റവന്യൂ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ
എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ വീഡിയോ ലെസൺ പല യൂട്യൂബ് കോഴ്സിനെ പറ്റിയിട്ട് ലെസൺ തുടങ്ങിയിട്ട് അതിലൂടെ അവർ വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അറിവുകളല്ലേ, ഡിജിറ്റൽ അറിവുകൾ മാത്രമല്ല, കുക്കിംഗ്, കൃഷി എങ്ങനെ ചെയ്യാം, മീൻ വളർത്തൽ എങ്ങനെ നടത്താം എന്നൊക്കെ ഒരു ക്ലാസ് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും കൊണ്ട് ഇതുപോലത്തെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല റെസ്പോൺസ് ആയിരിക്കും അതിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ, എങ്ങനെ ഫിഷിംഗ് നടത്താം, എങ്ങനെ ചൂണ്ടയിടാം. നമുക്ക് സാധാരണ മറ്റേ റോഡൊന്നും ഉപയോഗിച്ച് കൊണ്ടിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ ചിന്തിക്കും ഞാൻ, ചെറിയ പൈസയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ വീണ്ടും അടുത്ത ക്ലാസ് നോക്കും. അങ്ങനെ ഒരുപാട് പേര് അതുപോലെ നോക്കും. അപ്പോൾ ഇതാണ് വീഡിയോ കോഴ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ എഫോർട്ട് എടുത്ത് അവിടെ ഇട്ട് വെച്ചാൽ മതി, അതിൽ നിന്ന് ആൾക്കാരിങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് പൈസ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ, മറ്റേ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാം, ഹാക്കിംഗ് കോഴ്സ്, എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് തുടങ്ങി ഒരുപാട് സാധ്യതകൾ വീഡിയോ ലെസൺസ്, വീഡിയോ കോഴ്സിനുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് മുതൽ മുടക്ക് വളരെ കുറച്ച് മതിയെങ്കിൽ കൂടിയിട്ട് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് സംഭവം എന്ന് സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ ആമസോണിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളായിരിക്കും അല്ലേ. ചിലപ്പോൾ നിങ്ങൾ വലിയ 50,000 രൂപയുടെ മൊബൈൽ അല്ലെങ്കിൽ ഐഫോണൊക്കെ നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ കുത്തിയായിരിക്കും മേടിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 2 പേരുണ്ടാകും, 2 അല്ലെങ്കിൽ മിനിമം 2 സ്മാർട്ട് ഫോണെങ്കിലും ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൽ നിങ്ങളൊരു ആമസോണിൻ്റെ അഫിലിയേറ്റ് അക്കൗണ്ട് എടുക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, ഒരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് തുടങ്ങുക, ഒരുപാടുമില്ല. ആമസോൺ അഫിലിയേറ്റ് സൈനപ്പ് എന്ന് ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് വരും. ജസ്റ്റ് നമ്മുടെ പേര് വിവരങ്ങളും ആമസോൺ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്, ഇപ്പോൾ ഒരു 50,000 രൂപയുടെ ഫോണാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് പിന്നീട് ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഷെയർ ബട്ടൺ അടിക്കുമ്പോഴേക്കും കോപ്പി അസോസിയേറ്റഡ് ലിങ്ക് എന്ന് പറഞ്ഞായിരിക്കും അവിടെ വരുന്നത്. അത് കോപ്പി ചെയ്ത് മറ്റേ ഫോണിലേക്ക് അയക്കുക. എന്നിട്ട് ആ ലിങ്ക് വെച്ച് മറ്റേ ഫോണിലെ ആമസോൺ അക്കൗണ്ട് വഴി സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണെങ്കിൽ 5% ഡിസ്കൗണ്ട് കിട്ടും. അറിയാവോ? അതായത് 50,000 രൂപയുടെ ഒരു ഫോൺ മേടിക്കുമ്പോഴേക്കും 2,500 രൂപ നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ക്യാഷ് ബാക്ക് പോലെ അവിടെ വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ തമ്മിൽ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറിച്ച് ഇത് നിങ്ങൾ ആ ലിങ്ക് എടുത്ത് ഒരുപാട് പേർക്ക് അയക്കുകയാണ്. എല്ലാവരും പുതിയ ഫോൺ മേടിക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ അതുവഴി ഒരുപാട് പേര് മേടിക്കുകയാണെങ്കിലോ, 10 പേര് മേടിക്കുകയാണെങ്കിലോ 25,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയല്ലേ. ഇതാണ് അഫിലിയേറ്റ് ലിങ്ക് എന്നുള്ളത്. നിങ്ങളവിടെ ഒരു ചിലവുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവർ അതിലൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. ഇപ്പോൾ ആമസോൺ അഫിലിയേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിൽ 5%, ഗ്രോസറീസിലാണെങ്കിൽ 6, 7, 10% വരെയൊക്കെയാണ്. അങ്ങനെ പല റേറ്റിലാണ് പല പ്രോഡക്ട്സിന് ഈ ഒരു അഫിലിയേറ്റ് കമ്മീഷൻ പോകുന്നതല്ലേ. ആക്ച്വലി ഒരു കമ്മീഷൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് വെച്ച് വീട്ടിൽ തന്നെ മേടിക്കുന്ന പോലെ അല്ലല്ലോ, വ്യാപകമായിട്ട് ആൾക്കാർ മേടിച്ചാലല്ലേ വലിയ പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ശരിയാണ്. അപ്പോൾ ഡിജിറ്റലി നിൽക്കുന്നവർക്ക്, ഇപ്പോൾ യൂട്യൂബേഴ്സിന്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് ഈ ഒരു സംഭവം എളുപ്പമാണ്. ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്യുക, സ്റ്റോറി ഇടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് മേടിക്കുമല്ലോ. പക്ഷേ സാധാരണക്കാർക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈൻ ആക്റ്റീവ് അല്ലാത്തവർക്ക് എങ്ങനെ ഈ ഒരു മേടിക്കാനല്ല എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ന് അതിന് സിമ്പിളായിട്ടുള്ള മാർഗ്ഗമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു തീം പേജ് തുടങ്ങുക. നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ടെക് പേജ് തുടങ്ങുക. ആ ടെക് പേജിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് ഉണ്ടാക്കുക. ജസ്റ്റ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, പെട്ടെന്ന് ആരും കണ്ടാൽ ശ്രദ്ധിക്കുന്ന, നല്ല സംസാരമൊക്കെ കൊടുത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന റീൽസ് ഇട്ടിട്ട് ആ പേജ് വളർത്തിയെടുക്കുക. എന്നിട്ടൊരു പ്രോഡക്റ്റ് ഇതുപോലെ ഇടുക. ജസ്റ്റ് എന്തെങ്കിലും വെറൈറ്റി പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ. പുതിയൊരു ഫോൺ ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു ജസ്റ്റ് വീഡിയോ ഇടുക. അല്ലെങ്കിൽ പോട്ടെ ഒരു ഫാഷൻ പേജാണ്. ഫാഷൻ പേജ് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ഒരു 3 പാൻറ്റ്, പല കളറിലുള്ള പാൻറ്റ്, ഇങ്ങനെ മിന്നി മറയുന്ന വീഡിയോ, പൂക്കൾ എഫക്റ്റ്, കളങ്ങൾ എഫക്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും തോന്നിയേക്കാം, ഈ പാൻറ്റ് കൊള്ളാലോ, അല്ലെങ്കിൽ ആ ചുരിദാർ, ആ ഡ്രസ്സ് കൊള്ളാലോ, ആ ഷർട്ട് കൊള്ളാലോ തുടങ്ങിയ രീതിയിൽ ചിന്തിച്ച് അവൻ നോക്കും. അപ്പോൾ ലിങ്കിൻ ബയോ എന്നും പറഞ്ഞ് കിടപ്പുണ്ടല്ലേ. ബയോയിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അല്ല, നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വരേണ്ടതല്ല. അപ്പോൾ ഒരു ലിങ്കല്ലേ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. മറിച്ച് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഒരു പാടുമില്ലാത്തൊരു കാര്യമാണല്ലേ. ആ വെബ്സൈറ്റിൽ ഈ എല്ലാ പ്രോഡക്റ്റും കാണിച്ചിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കണം. ലിങ്ക് എന്ന് പറഞ്ഞാൽ നേരെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആമസോണിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആമസോണിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വിശ്വാസം കൊടുക്കും. ഇത് മറ്റേ ഉടായ്പ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നുമല്ല, ആമസോണിലേക്കാണ് പോകുന്നത്, ആമസോണിൽ ഡയറക്റ്റാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞ് ആമസോണിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടി. ഇതാണ് അവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു റിയൽ മെത്തേഡ്സിലൂടെ നല്ലതുപോലെ ഒരുപാട് പേര് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 4-മത്തതും 5-മത്തതും അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ പോയിന്റ് പറഞ്ഞുതരാം. 4-മത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനാണ്. നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ യുഗമാണ് ഇനി വരാൻ പോകുന്നത്. കുറേ കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ നിരത്തുകളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുമല്ലോ, പച്ച ബോർഡ് വെച്ച വണ്ടികൾ. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്ന കാരണം തന്നെ നമുക്ക് പെട്രോൾ പമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. മാത്രമല്ല ഒരു
വണ്ടി അതിപ്പോൾ കാറാകട്ടെ അല്ലെങ്കിൽ ടു വീലർ ആകട്ടെ ഓട്ടോ ആകട്ടെ ഇത് ചാർജ് ചെയ്യാൻ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ അവൈലബിലിറ്റിയുടെ കുറവ് വളരെ കുറവാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കണ്ട് നിങ്ങൾ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഉടനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നിങ്ങൾ ബേസിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളെ ചിലപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി തുടങ്ങുന്നത്. എന്നാൽ കൂടിയിട്ട് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു റിട്ടേൺ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ എൻ്റെ ഈ നാട്ടിലും ആകപ്പാടെ ഒരെണ്ണം മാത്രമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇതിന് സഹായിക്കാൻ ഒരുപാട് ടെക്നിക്കൽ ടീംസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രാഞ്ചൈസി തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മെഷീൻ ബിൽഡ് ചെയ്ത് തരും. പല മെത്തേഡ്സിലും പല രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലാൻഡ് നിങ്ങൾ റെൻറ്റിനെടുക്കാം, മെഷീൻ റെൻറ്റിനെടുക്കാം. അൾട്ടിമേറ്റ്ലി ലാഭം നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ ഒരുപാട് മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് പെട്രോൾ പമ്പുകൾ ഓൾറെഡി ഉണ്ടല്ലോ, അവരുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അഥവാ അവരുമായിട്ടുള്ള ടൈപ്പിൽ ആ പമ്പിൻ്റെ സൈഡിൽ തന്നെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യുന്ന രീതിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊരു മെഷീൻ പർച്ചേസ് ചെയ്ത് അങ്ങനെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് അങ്ങോട്ട് വന്ന് അവിടുന്ന് ഈ ഒരു ചാർജ് ചെയ്ത് പോകുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നു. അതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ആ പൈസ വരുന്നത്, അല്ലാതെ അവിടെ ഡിലേയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഓപ്ഷനാണ്. 5ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റാണ് അല്ലേ. ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും കയറത്തേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇടിവായിരിക്കാം, പക്ഷേ അൾട്ടിമേറ്റ്ലി നല്ല ഫ്യൂച്ചറുള്ള പഠിച്ച് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ SIPs ഉണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും നല്ല റിട്ടേൺ കിടക്കുന്ന SIPസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ റിസ്ക് സ്കോറും മറ്റു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിലേക്ക് എടുത്ത് ചാടി ഏതെങ്കിലും തോന്നിയതിൽ കൊണ്ട് പൈസ ഇടുകയല്ല വേണം. നല്ലതുപോലെ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം പൈസ നിക്ഷേപിക്കുക. ഇപ്പോൾ SIP, മ്യൂച്വൽ ഫണ്ട് തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഫണ്ട് അവർ പല കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് പ്രോഫിറ്റ് അവർ ഉണ്ടാക്കി തരുന്ന പരിപാടിയാണ്. അതൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള നല്ല ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഇടുക, അല്ലാതെ പൈസ ഒരിക്കലും കളയാൻ നിൽക്കരുത്. ഓർക്ക് ഇതൊക്കെ റിസ്ക്കുകളുള്ള സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ റിസ്ക്കുകൾ വളരെ കുറവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും കോടീശ്വരന്മാരാകാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് ബേസിക് കീ എന്നുള്ളത്. ഒരിക്കലും ക്രിപ്റ്റോയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അത് പൊട്ടി തകരും. ഒരു പക്ഷേ അതൊരു ബബിളായിരിക്കാം, അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും പറയും ക്രിപ്റ്റോയാണ് ഫ്യൂച്ചർ. നെവർ, അതൊക്കെ പണ്ട് പറയുന്നതായിരുന്നു. ഞാനും ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് കുറേ ഇതിൻ്റെ പുറകെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വേറെ കുറേ കളികൾ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ നല്ല കമ്പനീസ്, സ്റ്റോക്സ്, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ യൂലിപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ആരുടെ പേര്, ഒരു കമ്പനിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഈ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും മൊബിക്വിക്കിൻ്റെ എക്സ്ട്രാ ഉപയോഗിക്കാനുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നല്ല പൈസ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.